പറഞ്ഞല്ലേ വാട്ട് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് അബൌട്ട് ബീയിങ് എ മദർ? ഫാമിലി ലൈഫ് നന്നായി കൊണ്ടുപോവുക. ഞാൻ കുറച്ച് നാളായിട്ട് ഒരു പെണ്ണായിട്ട് റിലേഷൻഷിപ്പില്ല. ഓക്കെ, ഒരു ദിവസം രാവിലെ ഞാൻ ഇവിടെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. അമ്മയപ്പയുടെ റിയാക്ഷൻ വീട്ടിൽ അത് ഞാൻ 3 വട്ടം തിങ്ക് ചെയ്യും. ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നിട്ട് അമ്മയ്ക്കൊരു ആൺകൊച്ചുണ്ട്, ഒരു പെൺകൊച്ചുണ്ട്. ആ ഒരു അമ്മയ്ക്ക് does she have a higher expectation for her son's future rather than her daughter's future? But hi guys, welcome to my very first podcast video. And I have been thinking to do a podcast video from a very long time. And I was waiting for the perfect time, which never happened. I realized it's time to take an action. That perfect situation or perfect time is never going to come. And yes, here I am right now. And I made my mom the very first host for my video. Amma, introduce yourself. ഞാൻ ലിയ അലക്സാണ്ടർ, എൻ്റെ യങ്ങർ സൺ ജേക്കബ് അലക്സാണ്ടർ ഫിലിപ്പ്. എനിക്കിനി ഒരു മോളും കൂടെ ഉണ്ട്, ആൻ അലക്സാണ്ടർ ഫിലിപ്പ് ആൻഡ് ഹർ ഹസ്ബൻഡ് റോഹൻ ജോൺ. അവർ രണ്ടുപേരും കാനഡയിലാണ്. പിന്നെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അലക്സാണ്ടർ ഫിലിപ്പ്. ഈ പോഡ്കാസ്റ്റിനകത്ത് വേറൊന്നുമില്ല, വെരി സിമ്പിൾ. ഐ വോണ്ട് പ്രൊവൈഡ് സംതിങ് വാല്യൂ ഔട്ട് ഓഫ് ദിസ് കോണ്ടന്റ് വിച്ച് ഐ എം ഗിവിംഗ് റൈറ്റ് നൗ. അപ്പോൾ I have prepared some questions to ask my mother regarding the current generation and back in her days, like how it used to be, things like that. Just a fun video, that's all. So yeah, let's start. Mama, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് മിക്കുള്ളതും എൻ്റെ കുറച്ച് ജനറേഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ അമ്മയുടെ ജനറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് നാട്ട് അമ്മച്ചിയുടെ ജനറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് വാട്ട് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് അബൌട്ട് ബീയിങ് എ മദർ? ഒരു അമ്മയുടെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ഫാമിലി ലൈഫ് നന്നായി കൊണ്ടുപോവുക. ആ ഫാമിലി ലൈഫ് ഇൻക്ലൂഡഡ് ആണ് മക്കള്, പിന്നെ ഫാമിലിയുടെ ഒരു എന്തുവാ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നതും, പിന്നെ അവരെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത്. അതായത് നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ടുന്നത്, അവർക്ക് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഗോഡ് ഫിയറിങ്. അതാണ് മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. ആ ഗോഡ് ഫിയറിങ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ എല്ലാം വന്നു ചേരും. അപ്പോഴാണ് നമ്മുടെ ഫാമിലി ലൈഫ് സക്സസ് ആവുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ ഇത് കേൾക്കുന്ന വ്യൂവേഴ്സിന് എനിക്ക് അവർ ചിന്തിക്കുന്ന എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഒരു സജഷൻ ചോദിക്കുമെന്ന് ഞാൻ ഇതേ പറയത്തുള്ളൂ. അപ്പം ഈ ഞാനും ചേച്ചിയും വളർന്ന ഒരു ടൈം, അല്ലെങ്കിൽ ഒരു പീരിയഡ് സ്റ്റാർട്ടിങ് ഫ്രം LKG ടു സ്കൂൾ, പിന്നെ കോളേജ് പോയി, അമ്മയ്ക്ക് അതിനകത്ത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത ടൈം ഏതാ? ലൈക്ക് ഇത് എല്ലാ പേരൻസും ഈ ഒരു ടൈം ഫ്രെയിം ത്രൂ പോകുന്നതാണ്. ഒരു ഫ്രം സ്റ്റാർട്ടിങ് ഫ്രം സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ കോളേജ് ചിലപ്പോൾ അബ്രോഡ് പോകാം, അല്ലെങ്കിൽ കൂടെ നിന്ന് പഠിക്കാം, ഇല്ലെങ്കിൽ കൂടെ നിന്ന് പഠിക്കുന്ന പിള്ളേർ മിക്കുള്ളവർ അബ്രോഡ് പോകും പുറത്തോട്ട് ജോലിക്കായിട്ട്. ആ ഒരു ടൈമിൽ വാട്ട് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ദാറ്റ് എ മദർ ഫേസ് വെൻ ദ ചൈൽഡ് ഗോസ് അബ്രോഡ് അല്ലെങ്കിൽ ഗോസ് ടു എ കോളേജ്? എന്നോട് ചോദിക്കുവാണെങ്കിൽ അവരെ സ്കൂൾ ലൈഫ് മുതൽ അവരെ കല്യാണം കഴിപ്പിക്കുന്നിടം വരെയുള്ളൊരു ലൈഫാണ് ഹാർഡസ്റ്റ് പാട്ടെന്ന് പറയുന്നത്. ഓരോ സ്റ്റേജ്, അതായത് സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിയുമ്പോഴത്തേക്കും അവരുടെ പിന്നെ അവർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ അത് വരെയുള്ള, അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ഫാമിലി ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ വരെ വളരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വേണം കുഞ്ഞുങ്ങളെ വളർത്തി ആ ഒരു ലെവലിലേക്ക് അവരെ വിടാനായിട്ട്. അമ്മയ്ക്ക് ഇത് ഇതിനകത്ത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള പീരീഡ് ഏതായിരുന്നു? ഈ കോളേജ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയൊരു പീരീഡ് ആയിരുന്നോ, അതോ സ്കൂളിൽ നിന്ന് കോളേജോട്ട് പോകുന്ന പീരീഡ് ആയിരുന്നോ? അല്ല, ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത് കോളേജ് പീരീഡ്. ആ ടൈമിൽ പിള്ളേർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അഡ്വൈസ് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ വഴിതെറ്റി പോകും. ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അവരടുത്ത ലെവലിലേക്ക് അങ്ങ് ഓട്ടോമാറ്റിക്കലി പൊക്കോളും. അമ്മയ്ക്ക് അമ്മയുടെ ഫ്രണ്ട്സ് കാണുമല്ലോ, അപ്പൊ മിക്കുള്ള മദേഴ്സും കൂടുതൽ ഈ അമ്മയ്ക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ കോളേജ് പാട്ടായിരിക്കും ഫേസ് ചെയ്തേക്കുന്നത്, അതോ ഈ ജോബിൽ പോകുന്ന അബ്രോഡ് പോകുന്ന പാട്ടായിരിക്കും ഫേസ് ചെയ്തേക്കുന്നത്, അതോ അവരുടെ സ്വന്തമായിട്ടുള്ള കോളേജ് പാട്ടല്ല, അവർക്ക് കൂടുതലും അബ്രോഡ് പോകുന്നതിനെ കുറിച്ചായിരിക്കും അവർ തിങ്ക് ചെയ്യുന്നത്. കാരണം പൊതുവെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും
കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എപ്പോഴും എബ്രോഡ് പോകാനായിട്ട്, എബ്രോഡ് പോയി അവരുടെ ഫ്യൂച്ചർ അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ കാര്യം എന്നോട് ചോദിച്ചാൽ അതായിരിക്കും അവർക്ക് കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാകുന്നത്. This is a fun question that I'm asking you, Mom. Well, അമ്മ ഇപ്പോൾ ഇരിക്കുന്ന ഏജ്, ഓക്കെ, ഏജിൽ നിന്ന് വീണ്ടും പഴയ 21 വയസ്സുകാരി ലേയിലോട്ട് തിരിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ അമ്മ എന്തുവാ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അമ്മ ആ ടൈമിൽ ചെയ്ത കുറച്ച് റോങ് ആയിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ അമ്മയ്ക്ക് മിസ്റ്റേക്സ് എന്തെങ്കിലും പറ്റിയോ, അല്ലെങ്കിൽ തിരിച്ചമ്മ കറക്റ്റ് ചെയ്യാൻ കൊതിക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലേ, അതെന്തുമായിരിക്കും അമ്മ കൂടുതലും എന്താ ആഗ്രഹിക്കുന്നത്? ഇല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് 21 തിരിച്ചെന്തെങ്കിലും അമ്മയ്ക്ക് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ടോ? ലൈക്ക് അങ്ങ് ആ ഒരു വയസ്സിലോട്ട് പോയിട്ട് ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ 21 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അന്നത്തെ സമയത്തൊക്കെ ഒരു കല്യാണം കഴിയുന്ന സമയമാണ്. ആ ഏരിയ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇപ്പം 25 to 30 ആണ് എല്ലാവരും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കല്യാണം കഴിക്കാനായിട്ട്. അപ്പം ഞാൻ എൻ്റെയൊക്കെ കാലം വെച്ച് നോക്കുവാണെങ്കിൽ 21 ഇയേഴ്സിൽ ഞാൻ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേരൻസിനെ നമ്മൾ വളരെ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പേടിയോടാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, അതായത് ഈ ഒരു ടൈമിൽ മോൻ ചോദിക്കുന്ന ചോദ്യം ഇപ്പോഴത്തെ ഇതല്ലേ, അത് ചോദിക്കുവാണെങ്കിൽ ഇപ്പം ആരെയും പേടിയില്ല. എന്ത് കാര്യങ്ങളും പിന്നെ ആരോടും പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്ന കാലഘട്ടമാണ്. അതായത് പേരൻസിനോട് ചോദിക്കണ്ട, അവരവരുടെ ഇഷ്ടത്തിൽ അങ്ങ് മുമ്പോട്ട് പോകുന്നു. ഭയങ്കര ഡിഫറൻസ്, ഒരു വലിയ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അന്നെന്ന് പറഞ്ഞാൽ പേരൻസിനെ നമ്മൾ ഒബേ ചെയ്യും, എല്ലാ കാര്യത്തിനകത്തും അവരുടെ പെർമിഷനോടുകൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ തീരുമാനങ്ങൾ എന്തുവാ തോന്നുന്നത് അതുപോലെ അങ്ങ് മുമ്പോട്ട് പോവുക. കറക്റ്റ്. ഞാൻ അത് എന്തുവാ പറയുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്, എനിക്ക് എൻ്റെ ആയിട്ട് തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ചിലവരൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട്, ചിലരൊക്കെ കല്യാണം കഴിച്ച്, ചിലവർ ഒളിച്ചോടി, അങ്ങനെ കുറേ അങ്ങനെ സ്പ്ലിറ്റായി കിടപ്പുണ്ട്. അപ്പം അവൻ പറഞ്ഞ് കറക്റ്റ്, ആ ടൈമിൽ ഒളിച്ചോട്ടമുണ്ടിരുന്നത് ഞാൻ വേണ്ടി തുറന്നു വയ്ക്കുക. ആ ടൈമിൽ ഒളിച്ചോട്ടമുണ്ട്, പക്ഷെ വളരെ വളരെ റെയറായിട്ടായിരിക്കും കേൾക്കുന്നത് തന്നെ നമ്മൾ. ഓക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ, ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരാ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്നുള്ളത്. ടൈം ഇവോൾവ് ചെയ്ത് ഇപ്പം അങ്ങനെ ഇപ്പം ഈ ജനറേഷൻ ഇപ്പം എന്തോ ഫീൽ ചെയ്യുന്നത് അതിന് എഗൻസ്റ്റ് ആയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷൻ എടുക്കുന്ന ഡിസിഷനിൽ ലൈക്ക് അമ്മയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും സജഷൻ, ഒപ്പീനിയൻ അമ്മയ്ക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ പണ്ടത്തെ കാലം തന്നെ ഏറ്റവും നല്ലത്. കാരണം എല്ലാ കാര്യത്തിനകത്തും നമ്മളൊരു ഡിസിഷൻ ചോദിക്കുകയും ആ തീരുമാനം അനുസരിച്ചായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കുറച്ചുകൂടെ ബെറ്റർ. അപ്പം എല്ലാ വിധത്തിലും കുഞ്ഞുങ്ങൾ എല്ലാ വിധത്തിലും നല്ല രീതിയിൽ അവർ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ അത് അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് വളരെ ചുരുക്കം വീടുകളിലേ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് കുറച്ച് ഫണ്ണായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ടെക്നിക്കലി റിലേറ്റഡ് ടു മീ ആൻഡ് ഹൗ മൈ മോം വിൽ ബി റിയാക്ടിങ് വെൻ ഐ ഡു ദിസ് ഇൻ റിയാലിറ്റി. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ കുറച്ച് നാളായിട്ടൊരു പെണ്ണായിട്ട് റിലേഷൻഷിപ്പില്ല. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ കൂട്ടിക്ക്, ഒരു 4 to 5 years ഒരു പെണ്ണായിട്ട് റിലേഷൻഷിപ്പില്ല. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പം 25 ആവാൻ പോന്നു. എനിക്ക് മനസ്സിലായി ഇനി ഇത് മുമ്പിലോട്ട് വെച്ച് അങ്ങനെ കൊണ്ടുപോകത്തില്ല. ഒന്നെങ്കിൽ സീരിയസ് ആയിട്ട് മുമ്പിലോട്ട് കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ ഇത് മുമ്പിലോട്ട് പോകത്തില്ല, നടന്നു പോകത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ ഒരു ദിവസം രാവിലെ എല്ലാവരും സാറിന് ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീട്ടിൽ ഇരിക്കുക. ഒരു ദിവസം രാവിലെ ഞാൻ ഇവിടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ അപ്പയമ്മടുത്തും പറയുക, ചേച്ചിയില്ല കേട്ടോ, ചേച്ചിയില്ല, അപ്പയമ്മടുത്ത് ഞാൻ പറയുക എനിക്കിവിടെ കല്യാണം കഴിക്കണമെന്ന്. എനിക്ക് അവിടെ കുറച്ചായിട്ട് ഇഷ്ടത്തില്ല. അമ്മയപ്പയുടെ റിയാക്ഷൻസ് ആയിരിക്കും ഇത്. ഞാൻ എന്നെ മാത്രം ഫ്രെയിം ചെയ്തുകൊണ്ട് പറയുന്നതല്ല,
മൊത്തത്തിൽ എൻ്റെ ജനറേഷനുള്ള ആൾക്കാരോട് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്, സപ്പോർട്ട് ചെയ്യല്ല, ചേർത്ത് പറയുന്നത്. എൻ്റെയും പപ്പാടെയും റിയാക്ഷൻ എന്തോന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ കാര്യവും എൻ്റെ ഫാമിലി ലൈഫിലെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ. റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ 3 വട്ടം തിങ്ക് ചെയ്യും. എന്തുവാ? പെട്ടെന്ന് കയറി ഒരു പെൺകുട്ടിയെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം നമ്മളത് വളരെ ആലോചിച്ച് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് മാത്രമേ ഉള്ളൂ അത് ഉറപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ കയറി വന്നേച്ച് എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലൊന്നും എനിക്ക് ആ ഒരു തീരുമാനത്തോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഞാൻ ഇവിടെ കല്യാണം കഴിക്കത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കത്തോളം എന്ന് പറഞ്ഞു അല്ല, ഇപ്പോഴത്തെ ഫാമിലിയിൽ കുറെ പേര് അതിനെ ആക്സെപ്റ്റ് ചെയ്യും. അവർ ആക്സെപ്റ്റ് ചെയ്ത് അത് മിക്കവാറും നടത്താനുള്ള ഇതിലാണ്. പക്ഷേ എപ്പോഴും നല്ല തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയിൽ എല്ലാവരും കൂടെ, അതായത് പേരൻസും കല്യാണം കഴിക്കാൻ പോകുന്ന ഏത് കുട്ടിയാണോ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് അതായത് ഒരു കുട്ടി വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്കും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് വേണം ആ റിലേഷൻഷിപ്പ് നമ്മുടെ ഫാമിലിയായിട്ട് യോജിച്ച് പോകുന്നതാണോ എന്നിട്ട് വേണം നമ്മളതിന് ഒരു തീരുമാനം എടുക്കാൻ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഓക്കെ. അത് മിക്കുള്ള പേരൻസ് വേറെ, അതായത് അവരുടെ കൊച്ചോ മോനോ മോളോ കൊണ്ടുവരുന്ന പാർട്ണർ ആരാന്ന് വെച്ചാൽ അവരുടെ ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഒരു തോട്ട് കാണും. പക്ഷെ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാ, ഞാൻ ഇവിടെ കെട്ടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോട് കെട്ടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കും പപ്പയ്ക്കും അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ജേക്കബ് അതിനകത്ത് ഡിസിഷൻ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഗൈൻസ്റ്റ് ആയിട്ടൊന്നും പറയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അതുപോലെ നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളത് മനസ്സിലാക്കി പേരൻസിന് അവർ പ്രത്യേക വാല്യൂ കൊടുക്കുക. ആ വാല്യൂ കൊടുത്ത് കഴിയുമ്പോഴാണ് എല്ലാത്തിനകത്തും ഒരു ഈക്വൽ ബേസ് ഉണ്ടാകുന്നത്. ഗുഡ് ആൻസർ, ശരിയാ, അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അമ്മയ്ക്ക് ഇന്റർ ഫെയ്ത്ത് മാരേജിനെ കുറിച്ച് അമ്മയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തോ? വേറെ ഇന്റർ ഫെയ്ത്ത് മാരേജ് എന്ന് പറയുമ്പം ഒരിക്കലും മോനെ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി വളർന്നു വന്ന ഒരു കൾച്ചറുണ്ട്. അതായത് നമ്മളൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ ആ ക്രിസ്ത്യൻ ഫാമിലി ആവുമ്പം നമ്മൾ അതിൽ നിന്ന് തന്നെ ഒരു റിലേഷൻഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ബ്ലെസ്സിങ്ങും അതാണ് ഏറ്റവും നല്ലതും. ഇല്ല, വേറൊരു ഇന്റർഫെയ്ത്ത് കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ, വേറെ റിലിജിയനുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പോലും അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരും, ഞാൻ എവിടെ പോണോന്നുള്ളത്. ഒരു ഹിന്ദു ക്രിസ്ത്യൻ ആണെങ്കിൽ അങ്ങനെ, ഇല്ല ഒരു ക്രിസ്ത്യൻ മുസ്ലിം ആണെങ്കിൽ അങ്ങനെ. അപ്പം അത് ഒരിക്കലും അങ്ങനെ ആകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് പേരൻസിനോടൊന്നും ചോദിക്കുന്നില്ലല്ലോ. നമ്മുടെ ജനറേഷനിൽ അല്ല, ഐ മീൻ നമ്മുടെ ജനറേഷൻ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫ്രണ്ട്സ് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ആരും ഇല്ല. അറിയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ട്, പക്ഷെ എനിക്ക് അത്രയും അങ്ങോട്ടൊരു അവരെ കുറിച്ചൊരു ഇത് പറയാനായിട്ടില്ല. പക്ഷെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ആരും അങ്ങനൊന്നും ഇല്ല. അപ്പോൾ അമ്മ പറഞ്ഞു വരുന്നത് പൊതുവേ അമ്മയ്ക്ക് അതിലോട്ട് പൊതുവേ അല്ല, you are not interested. അതാണ് ഉദ്ദേശിച്ചിരുന്നത്. അമ്മ what do you think, അല്ലെങ്കിൽ what's your point of view for അല്ലെങ്കിൽ what's the secret behind a happy married life? അത് നമ്പർ 1. along with that, ഒരു ലൈഫ് പാർട്ട്ണറിനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ലൈക്ക് what all we have to like നമ്മളൊരു ഡിസിഷൻ എടുക്കത്തില്ലേ, നമുക്ക് ഇന്നാളും മതി, that he or she is going to be my life partner. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെയാണ് ലൈക്ക് we have to നമുക്ക് അവന് മനസ്സിൽ കാണത്തില്ലേ ഇന്ന കാര്യങ്ങൾ ആള് എന്നായിട്ട് അല്ലെങ്കിൽ ഞാനായിട്ട് സിങ്ക് ചെയ്ത് പോകണമെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണണം, അല്ലെങ്കിൽ ആ ആളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആളുടെ ബിഹേവിയർ ഞാനായിട്ട് ഒത്തു പോകണം. ലൈക്ക് അമ്മയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തുവാ? ഏറ്റവും ബെസ്റ്റ് ഹാപ്പി മാരീഡ് ലൈഫിനെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ, അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈച്ച് പാർട്ട്നേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ എത്ര ഒരു പ്രയാസ ഘട്ടത്തിലൂടെ നമ്മൾ പോയാലും അതിനെ നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കും. അണ്ടർസ്റ്റാൻഡിങ് ഇല്ലയോ അവിടെ എല്ലാം നമുക്ക് തകർച്ചകൾ ഉണ്ടാകും.
അണ്ടർസ്റ്റാൻഡിങ് ആസ് ഇൻ ലൈക്ക് അമ്മ ഒരു എക്സാമ്പിൾ എന്തെങ്കിലും ഒന്ന് പറ. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എപ്പോഴും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒരാൾക്കൊരാളെ ഇഷ്ടപ്പെടാതെ വരും. പക്ഷേ അതിനകത്തെല്ലാം നമുക്ക് തമ്മിൽ സംസാരിച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ കാര്യങ്ങളും ലെവൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒക്കും. അതായത് എന്തെങ്കിലും ഒരു സംഭവം ഫാമിലിയിൽ നടക്കുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നടക്കുമ്പോഴത്തേക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അതാ ഞാൻ പറഞ്ഞ ഏറ്റവും ഒറ്റ വാക്കേ ഉള്ളതിന് അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ് വളരെ സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം വിള്ളലുകൾ വരാൻ തുടങ്ങും. മൈൻഡിൽ നമുക്കൊരു ഇമേജ് വേണമല്ലോ, ലൈക്ക് ക്യാരക്ടർ നമ്മളായിട്ട് പോകണം, ബിഹേവിയർ നമ്മളായിട്ട് പോകണം. വിൽ ബി ഹാവിങ് സം ചെക്ക് പോയിന്റ്സ്. അങ്ങനെ ഇന്ന 10-20 ചെക്ക് പോയിന്റ് വേണമെന്നല്ല, മേ ബി 1 or 2 വിച്ച് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്. എന്നാലേ നമ്മൾ അവരായിട്ട് സിങ്ക് ആയി പോകത്തുള്ളൂ. അമ്മയ്ക്ക് എന്തോ അതിന് ഫീൽ ചെയ്യുന്നത്? ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പം നമുക്ക് എല്ലാ പോയിന്റ്സും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാനൊക്കത്തില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ ഫാമിലികൾ തമ്മിൽ ചേരുന്നതാണോ എന്ന് നോക്കണം. അത് പോയിന്റ് നമ്പർ 1. ഫാമിലി തമ്മിൽ ചേരുവാണെങ്കിൽ പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ അവർ തമ്മിലുള്ള ഒരു കോർഡിനേഷനാണ്. അതായത് ഫാമിലി ഒന്നാമത്. അത് കഴിഞ്ഞതിന് ശേഷം പാർട്ട്നേഴ്സ് തമ്മിൽ ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് നല്ലതാണ് പാർട്ട്നേഴ്സ് തമ്മിലൊന്ന് കുറച്ച് ഒന്ന് അവർ തമ്മിലൊന്ന് സംസാരിച്ച് ഇഷ്ടപ്പെടുക എന്നുള്ളത്. പണ്ടായിരുന്നത് നടക്കത്തില്ല. പണ്ടത്തെ കാലത്ത് നടക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസ് നമ്മളെ ഒരു കുട്ടിയെ കാണാൻ വരുമ്പോൾ വന്ന് കണ്ടു, സംസാരിച്ചു, അതാണ് അവരുടെ ഫൈനൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അല്ല, അതാണ് അവരുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിനാണ് കാണുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പണ്ടത്തെ കാലത്ത് ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അവർ പിന്നെ ഫോണിൽ കൂടെയുള്ള കോൺവെർസേഷൻ അങ്ങ് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇങ്ങനെ ആലോചിക്കും എപ്പോഴത്തേക്കാണ് നടത്തേണ്ടുന്നത്. വീട്ടുകാർക്ക് റോൾ ഇല്ലെന്നല്ല, റോൾ ഉണ്ട്. പക്ഷേ കൂടുതലും എവിടൊക്കെയോ കുറച്ചുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പാർട്ട്നേഴ്സ് ആണ് എത്രത്തോളം ഇതിന് പീരീഡ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ട്നേഴ്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെച്ചേക്കുന്നത് വുമൻസ് transition as an individual who just got married recently from being an individual woman to being a mother. ആ ഒരു ഫേസിക്കോടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ഓൾ വിമൻ അല്ലെങ്കിൽ വാട്ട് ഓൾ ഷീ ഫേസസ് ത്രൂ ക്യാരക്ടർ, ബിഹേവിയർ, ഫ്രസ്ട്രേഷൻസ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റേജ് കംപ്ലീറ്റ്ലി അങ്ങ് മാറുക. പിന്നെ ആ കുഞ്ഞുങ്ങളെ വളർത്തുക, അവരെ പഠിപ്പിക്കുക, അവരെ ഒരു സ്ഥാനത്താക്കുക. പിന്നെ അങ്ങനെ എപ്പോഴും ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടേ ഇരിക്കുക, അടുത്ത സ്റ്റെപ്പ്. അപ്പം അതിനകത്ത് പ്ലസും മൈനസും ഒക്കെ വരുന്നത് പോലെ തന്നെ ഡ്രോബാക്സ് വരും. അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകുക. അതാണ് ബേസിക്കലി ട്രാൻസിഷൻ പീരീഡ്. അതെ. ഓക്കെ, നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് അമ്മയുടെ ലാസ്റ്റ് സംഭവമുള്ള ചോദിക്കാനുള്ളത്, ഇതൊരു ഇച്ചിരി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാൻ വയ്യ. ബട്ട് ഐ എം ആസ്കിങ് യു, ഡു മദേഴ്സ് ഓക്കെ സേ ഒരു അമ്മയ്ക്കൊരു ആൺകൊച്ചുണ്ട്, ഒരു പെൺകൊച്ചുണ്ട്. ആ ഒരു അമ്മയ്ക്ക് does she have a higher expectation for her son's future rather than her daughter's future? ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നിട്ട് അമ്മയുടെ തുറന്നു ചോദിച്ചു. അല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് പണ്ട് കാലങ്ങളിൽ ആൺമക്കളെയാണ് ഡിപ്പെൻഡ് ചെയ്ത് കൂടുതൽ അമ്മമാര് പോകുന്നത്. കാരണം നമ്മുടെ ഇവിടുത്തെ ഈ ഒരു പണ്ട് കാലങ്ങളിൽ അല്ല, പൊതുവേ അങ്ങനെയാണ്. പെൺപിള്ളേരെ എപ്പോഴും കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ആൺമക്കളിലാണ് അവർ എക്സ്പെക്ടേഷൻസ് വെക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനൊന്നും ഇല്ല. ആണും പെണ്ണും എല്ലാം ഈക്വലാണ്. എല്ലാം ഒരേ വേവ് ലെങ്ത്തിൽ തന്നെ പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞാലും അതേ സ്റ്റൈലിലായിരിക്കും ആൺകുട്ടിയും
ഒരു മകൾ എങ്ങനെയായിരിക്കുന്നു അതിനെപോലെ തന്നെയാണ് ഒരു മകനിലും എക്സ്പെക്ടേഷൻ വെക്കുന്നത്. അപ്പം പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയില്ല. പെൺപിള്ളേരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, ആൺപിള്ളേരല്ല കംപ്ലീറ്റ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ആണും പെണ്ണും എല്ലാം ഈക്വലാ. ഈ പണ്ട് കാലം എന്ന് പറയുമ്പോൾ ഒരു എത്ര 40-50 ഇയേഴ്സ് പുറമെ പോകുമോ? അല്ല, പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെയൊക്കെ ചെറുപ്പകാലത്ത് അതിനെയും മുന്നത്തെ കാലത്തുള്ള ഉദ്ദേശിക്കുന്നത്. അന്ന് സണ്ണിന്റെ ഫ്യൂച്ചറിനെ പേരൻസ് കാരണം അവരെ ഫാമിലി ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത്. അവരാണ് ഫാമിലി ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ആണായാലും പെണ്ണായാലും എല്ലാം ഒന്നും തന്നെ, എല്ലാവരും ഒരേ ഫോക്കസിൽ കയറി പോവാ. ഓക്കെ, ഇത് ഞാൻ എൻ്റെ മനസ്സിലെ തോട്ട് വന്ന് ഈ ക്വസ്റ്റ്യൻ എഴുതി വെച്ച്. അപ്പോൾ ഇപ്പോഴത്തെ ഐ ഫീൽ few might be having this in mind, or few might be having this question in their mind. Do moms have a higher expectation for the son's future rather than the daughter's future? അതുകൊണ്ടാണ് ഞാൻ അമ്മയടുത്ത് ഈ ഒരു ഇല്ല, അങ്ങനെ സൺ ഡോട്ടർ എന്നൊന്നും ഇല്ല. ഇപ്പൊ എല്ലാം ഈക്വലാ, എല്ലാം ഈക്വലാ. കേറി ഓക്കെ. അപ്പം I hope you all enjoy the video. If you did, do drop a like for my mom, and thank you for watching. I'll be coming up with more videos like this, and do subscribe to my channel. Thank you. Bye bye.